അർജുൻ്റെ വീട്ടിലെ പൂജ കുഞ്ഞിനോട് സംസാരിക്കുകയാണ് കേട്ടോ. അച്ഛനെ സ്ഥിരമായി കിട്ടാൻ ഇനിയും നമുക്ക് ഒരുപാട് കടമ്പകൾ കടക്കേണ്ടി വരും. പക്ഷെ അത് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ആകും. ഉടനെ തന്നെ നമുക്ക് അച്ഛനെ ഇറക്കണം. അച്ഛൻ നാളെ നിന്നെ മടിയിലിരുത്തുമ്പോൾ നീ അച്ഛൻ്റെ ചെവിയിൽ പറയണം, അച്ഛാ പേടിക്കണ്ട, ഞാനും അമ്മയും കൂടെയുണ്ടെന്ന്. മക്കളെന്ന് പറയുന്നത് അച്ഛനമ്മമാരുടെ ഒരു ബലമാണ് എന്നൊക്കെ കൃഷ്ണമ്മനോട് പൂജ പറയുമ്പോൾ ബാക്കിൽ നിന്നും മധു പറയാണ് അത് സത്യം. എന്നിട്ട് അകത്തേക്ക് വരേണ്ടെന്ന് പറയുന്നുണ്ട്, നിന്റെ കാര്യത്തിൽ അത് സത്യമാണ് മോളെ. നീ ഞങ്ങളുടെ മോളല്ലേ, നീയല്ലേ ഞങ്ങളുടെ ബലം. അർജുനെ നാളെ ഇവിടെ എത്തിക്കുന്നത് നീയല്ലേ മോളെ. ഇങ്ങനെയൊക്കെ മധു പറയുമ്പോൾ പൂജ പറയാണ്, ആര് പറഞ്ഞു ആൻറ്റി, നമ്മളെല്ലാം ഒറ്റ മനസ്സോടെ പ്രയത്നിച്ചത് കൊണ്ടാണ് അതിൻ്റെ ഫലം ഇങ്ങനെ ആയത്. പക്ഷേ ഇതൊരു ഇടവേള ആയിട്ടേ ഉള്ളൂ. പ്രധാനപ്പെട്ടത് ചെയ്യേണ്ടതൊക്കെ ചെയ്യാൻ കിടക്കുന്നേ ഉള്ളൂ. അപ്പോൾ വസന്തനങ്ങൾ പറയുന്നുണ്ട്, മോളെ പ്രിയയുടെ കാര്യത്തിൽ ഒന്നും അങ്ങോട്ട് ഉറപ്പിക്കാൻ പറ്റുന്നില്ല. ചിലപ്പോൾ തോന്നും എല്ലാം ഒരു അഭിനയമാണെന്ന്, ചിലപ്പോൾ തോന്നും അവൾ യഥാർത്ഥത്തിൽ മാറിക്കഴിഞ്ഞു എന്ന്. ഇതൊക്കെ കേൾക്കുമ്പോൾ മധു പറയാണ്, ഇല്ല വസന്തേട്ടാ, ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ അവളുമായിട്ട് അടുത്തിട്ടുള്ളത് ഞാനാണ്. മരിക്കുന്നത് വരെ അവളുടെ സ്വഭാവം മാറാൻ പോകുന്നില്ല. ഇപ്പോഴും അവൾ നമ്മളെയൊക്കെ പറ്റിച്ചുകൊണ്ടിരിക്കുക. ഉറപ്പാണ് മോളെ, ഒരു വലിയ കെണി അവളിപ്പോഴും ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വസന്ത പറയാണ്, നാളെ അർജുൻ വരുന്ന സന്തോഷത്തിനിടയിൽ നീ പൂജയെ ഓരോന്ന് പറഞ്ഞ് വിഷമിപ്പിക്കാതെ. ഇത് കേൾക്കുമ്പോൾ പൂജ പറയുന്നുണ്ട്, അങ്കിൾ എൻ്റെ പേടിയൊക്കെ ഇപ്പോൾ മാറിക്കഴിഞ്ഞു, എനിക്കിപ്പോൾ നല്ല ധൈര്യമാണ്. എന്തായാലും നമുക്ക് നാളേക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങാം. ഒന്നിനും ഒരു കുറവും വരാൻ പാടില്ല എന്ന് വസന്ത പറയാണ്. എല്ലാവരും സെന്റിമെന്റ്സ് കാണിച്ച് അർജുനെ വിഷമിപ്പിക്കാതിരുന്നാൽ മതി എന്നൊക്കെ വസന്ത പറയുമ്പോൾ പൂജ പറയാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ട് അമ്മയോടും അച്ഛമ്മയോടൊക്കെ അജുവേട്ടൻ വരുമ്പോൾ കരയാൻ നിൽക്കരുത് എന്ന്. അജുവേട്ടനെ കണ്ട് ആരെങ്കിലും വിഷമിച്ചാൽ പിന്നെ അജുവേട്ടനൊരു സങ്കടമാകും. അപ്പം മധു പറയുന്നുണ്ട്, ഓക്കെ നമുക്കത് ശ്രമിക്കാം അങ്ങനെ വരാതിരിക്കാൻ. അങ്ങനെ അടുത്ത ദിവസം നേരം പുലർന്നു കേട്ടോ. വീടാകെ ഡെക്കറേഷൻ പണിയിലാണ്. വസന്തനും മധുവൊക്കെ നല്ല തൃപ്തിയിൽ പണിയെടുക്കാൻ കേട്ടോ. മാധുരിയമ്മക്ക് വന്നിട്ട് അകത്ത് മാറ്റൊക്കെ വിരിക്കുന്നുണ്ട്. അതിനിടയിൽ കനകേശ് ചോദിക്കുന്നുണ്ട്, നമുക്ക് വെൽക്കം അർജുമോൻ എന്ന് എഴുതി വെച്ചാലോ. അപ്പം മധു പറയുന്നുണ്ട്, അതൊന്നും വേണ്ട കനകേച്ചി, ഇനി അർജുൻ അത് കാണുമ്പോൾ വിഷമം വന്നാലോ എന്നൊക്കെ വസന്തന് പറയാണ്. അപ്പം കനകേച്ചി പറയുന്നത് എത്രയോ ദിവസമായിട്ട് കാത്തിരിക്കുന്ന ഒരു ദിവസമാണിന്ന്. അന്ന് ആ സോതി പിടിച്ചു എന്നും പറഞ്ഞ് അർജുൻ മോൻ ഇവിടെ നിന്നും ഇറങ്ങിയപ്പോൾ കരുതിയിരുന്നില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. അതുകൊണ്ട് ഒരു പാഠം പഠിച്ചു. ഇനി ആരെയെങ്കിലും സഹായിക്കാനായാലും 3 വട്ടം ആലോചിച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ പാടുള്ളൂ. എന്തായാലും ഞാൻ അടുക്കളയിൽ ചെന്ന് പായസത്തിന്റെ കാര്യം എന്തായാലും നോക്കിയിട്ട് വരട്ടെ എന്ന് പറയാണ്. അപ്പോൾ മധു പറയുന്നുണ്ട്, പായസം റെഡി ആയെങ്കിൽ എല്ലാവർക്കും ഓരോ ഗ്ലാസ് എടുത്തോളൂ. വസന്ത പറയുന്നുണ്ട്, സത്യം പറഞ്ഞാൽ പൂജയുടെയും സ്നേഹയുടെയും ശ്രമമാണ് ഇന്ന് അർജുൻ ഈ വീട്ടിൽ തിരിച്ചെത്താൻ കാരണം. എന്തായാലും അവർ കുറെ കഷ്ടപ്പെട്ടു. പിന്നീട് കാണിക്കുന്നത് അടുക്കളയിലെ മാധുരി പായസം എന്തോ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ അവർ വേറെ ഏതോ ലോകത്തോ ഇരുന്ന് കരയാണ് കേട്ടോ. ചട്ടിയിലിങ്ങനെ തവയിട്ട് ഇങ്ങനെ ഇളക്കുന്നുണ്ട്. ആ സമയത്ത് കനകേച്ചി വന്നിട്ട് മോളെ എന്ന് വിളിക്കുകയാണ്. അപ്പം പറയുന്നുണ്ട്, സന്തോഷം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ചേച്ചി, ഇനി സന്തോഷമാണോ ദുഃഖമാണോ ഒന്നും അറിയില്ല. അപ്പോൾ കനകേച്ചി പറയുന്നത്, ഇനി സന്തോഷം കൊണ്ടാണെങ്കിലും ഇന്ന് കരയാൻ പാടില്ല, മോള് കണ്ണ് തുടക്കുക എന്ന് പറയണം. അങ്ങനെ മാധുരി കണ്ണൊക്കെ തുടക്കുകയാണ് കേട്ടോ. മാധുരി പറയുന്നുണ്ട്, മുമ്പൊക്കെ അർജുൻ ദൂരയാത്ര കഴിഞ്ഞ് വരുമ്പോൾ അവന് പായസം ഉണ്ടാക്കണമായിരുന്നു, ഇന്ന് അവൻ ജയിലിൽ നിന്ന് വരുമ്പോൾ അവന് വേണ്ടി പായസം വെക്കുകയാണെന്ന് പറഞ്ഞിട്ട് അവർ കരയാണ് കേട്ടോ. അപ്പോൾ കനകേച്ചി പറയുന്നുണ്ട്, മോളെ വിഷമിക്കാതെ, പൂജമോൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഈ വീട്ടിൽ കരയാൻ പാടില്ല എന്ന്. മാത്രമല്ല കുറേ ദിവസമായിട്ട് ഇപ്പോൾ കരച്ചിൽ തന്നെ ആയിരുന്നല്ലോ. അതേ കനകേച്ചി, കുറേ ദിവസമായിട്ട് ഇപ്പോൾ സങ്കടമെല്ലാം മാറ്റിവെച്ച് സന്തോഷമായിരുന്നില്ലേ, ശരിക്കും പറഞ്ഞാൽ അഭിനയിക്കുകയായിരുന്നില്ലേ, ഉള്ളിലെ കരച്ചിലെല്ലാം ഒതുക്കി വെച്ചിട്ട് പുറമെ അഭിനയം. ഇങ്ങനെ പറഞ്ഞിട്ട് മാധുരി കരയാണ് കേട്ടോ. ഇന്നിപ്പോൾ അഭിനയിക്കാനും പറ്റുന്നില്ല ചേച്ചി, പിടിച്ചു നിൽക്കാനും പറ്റുന്നില്ല. അപ്പോൾ കനകേച്ചി പറയുന്നുണ്ട്, പിടിച്ചു നിന്നേ പറ്റൂ മോളെ, ഇന്ന് കരഞ്ഞാൽ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകും. അർജുൻ മോൻ വരുമ്പോൾ നമ്മളിൽ ആരെങ്കിലും ഒരാൾ കരഞ്ഞാൽ പിന്നീട് കൂട്ടക്കരച്ചിലാവും, അങ്ങനെ ഇതൊരു മരണ വീടാവും, അതുകൊണ്ട് മോള് കരയരുത് എന്നൊക്കെ പറയട്ടെ കനകേച്ചി. എനിക്കറിയാം ചേച്ചി, അഴിക്കുള്ളിൽ കിടന്ന് എൻ്റെ മോൻ തിരികെ വരുമ്പോൾ എങ്ങനെയായിരിക്കുമെന്ന് അവൻ വന്നു കയറുമ്പോൾ മാത്രമേ പറയാൻ പറ്റൂ. എൻ്റെ മോൻ എന്നെ കാണാതെ ഒരു നിമിഷം പോലും ഇതുവരെ ഇരുന്നിട്ടില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞ് മാധുരി ഭയങ്കര കരച്ചിലാവാണ്. ഒരുവിധം എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞ് കനകേച്ചി ആശ്വസിപ്പിക്കാൻ കേട്ടോ. അവസാനം മാധുരി കണ്ണൊക്കെ തുറച്ചിട്ട് കനകേച്ചി പായസം നോക്കുക, ഞാൻ പൂജമോൾ ഇവിടെ നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അവരൊന്നും പോവാണ്. പൂജയാണെങ്കിൽ റൂമിൽ എല്ലാം റെഡിയായി, കുഞ്ഞിനെയും കുളിപ്പിച്ച് റെഡിയാക്കി നിർത്തിയിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, മോളെ ഇന്ന് നിന്റെ അച്ഛൻ വരും, നിന്നെ എടുക്കും, നിന്നെ ഉമ്മ വെക്കും, അച്ഛനെ നോക്കി തിരിച്ചു വേണം കയ്യിലിരിക്കാൻ കേട്ടോ. അച്ഛൻ തിരിച്ചു പോകുമ്പോഴും മോൾ ചിരിച്ചുകൊണ്ടേ ഇരിക്കണം, ആ ചിരിക്കുന്ന മുഖം കണ്ടിട്ടാവണം അച്ഛൻ പോകേണ്ടത് എന്നൊക്കെ കുഞ്ഞിനോട് സംസാരിക്കുകയാണ് പൂജ. അപ്പോഴാണ് കേട്ടോ അങ്ങോട്ടേക്ക് മാധുരി അമ്മ വരുന്നത്. അപ്പം പൂജ ചോദിക്കുന്നുണ്ട്, പായസമൊക്കെ വെച്ച് കഴിഞ്ഞ അമ്മേ? ആ കഴിഞ്ഞു, കനകേച്ചിയുണ്ട് അവിടെ എന്ന് പറയാണ് മാധുരി. പിന്നീട് പൂജ ചോദിക്കുന്നുണ്ട്, എന്താ അമ്മ ഇങ്ങനെ വിഷമിച്ച്? അപ്പം മാധുരി പറയുന്നത്, ഞാൻ സങ്കടമെല്ലാം അടക്കി വെക്കുമായിരുന്നു മോളെ, പക്ഷേ എന്തോ എനിക്ക് വിഷമം മുന്നിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പൂജ പറയുന്നുണ്ട്, എനിക്കറിയാം, ഞാനും അമ്മയുടെ അതേ അവസ്ഥയിൽ തന്നെയാണ്, പക്ഷെ അമ്മയെ നമ്മൾ പിടിച്ചു നിൽക്കണം, കരയരുത്, ചിരിച്ചേ പറ്റൂ. അപ്പോൾ മാധുരി പറയുന്നുണ്ട്, ഞാൻ കനകേച്ചിയോട് പറയായിരുന്നു അവൻ്റെ കുട്ടിക്കാലം,
അമ്മ എന്ന് വെച്ചാൽ അവൻ ജീവനായിരുന്നു. അപ്പോൾ പൂജ പറയുന്നുണ്ട്, അമ്മ എന്ന് വെച്ചാൽ അജുവേട്ടൻ ഇപ്പോഴും ജീവനാണ്. അമ്മ പഴയ കാര്യങ്ങളൊന്നും ആലോചിച്ചാൽ നിൽക്കണ്ട, ഇപ്പോഴത്തെ കാര്യം മാത്രം ആലോചിച്ചാൽ മതി. ഇപ്പോൾ ഇതാ നമ്മളെല്ലാവരും കൂടി അജുവേട്ടനെ പുറത്തിറക്കി. അജുവേട്ടൻ നമ്മളെ കാണാൻ വരുന്നു. ഇപ്പോൾ അത്രമാത്രം ആലോചിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് മാധുരിയുടെ മൂടൊക്കെ അവിടെ റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ പൂജ. പിന്നീട് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ്. അവിടെ അർജുനോട് ഷാനവാസ് പറയുന്നുണ്ട്, അർജുൻ, ആദ്യം നീ നൂലിക്കെട്ടിന് പോയി പങ്കെടുത്തിട്ട് വാ. നിനക്ക് കിട്ടുമോ എന്ന് എനിക്ക് ആദ്യം സംശയമുണ്ടായിരുന്നു. അപ്പോൾ അർജുൻ പറയുന്നുണ്ട്, ആനുകൂല്യം കിട്ടിയത് എനിക്കല്ല സർ, എൻ്റെ ഭാര്യ പൂജയ്ക്കാണ്. മോളുടെ നൂലുകെട്ടിൻ്റെ അന്ന് എന്നെ അവിടെ എത്തിക്കുമെന്ന് അവളുടെ ഉറച്ച ശബ്ദമായിരുന്നു. അവളുടെ ശബ്ദം ഇന്ന് പാലിക്കുന്നു. ഞാനും കൂടി അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ അവളെ നൂലുകെട്ട് ചടങ്ങിൽ പങ്കെടുക്കുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. സൂപ്രണ്ട് പറയുന്നുണ്ട്, പൂജയോട് എൻ്റെ അന്വേഷണം പറയണം. തന്നെ പോലെ ഒരു മിടുക്കനായ അഡ്വക്കേറ്റ് ജയിലിൽ ക്രിമിനലുകളുടെ കൂടെ കഴിയുക എന്നുള്ളത് ഹൊറിബിൾ ആണ് എന്നൊക്കെ പറയാണ്. അപ്പോൾ അർജുൻ പറയുന്നുണ്ട്, അനുഭവിക്കേണ്ടതെല്ലാം അനുഭവിച്ചാലേ പറ്റൂ. അപ്പോൾ അദ്ദേഹം പറയാൻ താൻ തളർന്നു പോകരുത്. തന്നെ ചതിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് അവർക്ക് കൃത്യമായ ശിക്ഷ തന്നെ വാങ്ങിച്ചു കൊടുക്കണം. അപ്പോൾ അർജുൻ പറയുന്നുണ്ട്, ഒന്നും അറിയില്ല, എന്തൊക്കെ സംഭവിക്കുന്നുവോ അതൊക്കെ അതിൻ്റെ വഴിക്ക് തന്നെ സംഭവിക്കട്ടെ. എങ്കിൽ ശരി, പോയിട്ട് വാ എന്ന് പറഞ്ഞിട്ട് അർജുനെ യാത്രയാക്കാൻ കേട്ടോ. കൂടെ 2 പോലീസുമാരും നിശ്ചയിച്ചിരുന്നു. പിന്നീട് കാണിക്കുന്ന അർജുൻ്റെ വീടാണ്. അവിടെ മാധുരി ആനന്ദിനോട് പറയുന്നുണ്ട്, എനിക്കാകെ ടെൻഷനാകുന്നു ആനന്ദേട്ട, കയ്യും കാലും വിറക്കുന്നത് പോലെ. ഞാൻ പൂജയോട് സംസാരിച്ചിട്ട് വരികയാണ്. അവൾ എന്നെ സന്തോഷിപ്പിക്കുന്ന രീതിയിലൊക്കെ സംസാരിച്ചു. സമയം എടുക്കുന്തോറും എനിക്കൊരു വെപ്രാളം. ഏട്ടന് വിഷമമില്ലേ എന്ന് ആനന്ദിനോട് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ സന്തോഷിക്കുകയാണെന്ന് മനഃപൂർവ്വം അങ്ങ് തീരുമാനിച്ചു. സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു കൊണ്ടേയിരിക്കും. വരുന്നതൊക്കെ വരും പോലെ നമുക്ക് നേരിടാം. എന്നിട്ടൊരു കവർ കാണിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, ഇതാ ഇത് കണ്ടോ, ഇത് കൃഷ്ണമോൾക്ക് വേണ്ടിയുള്ള ഡെപ്പോസിറ്റാണ്. വേണ്ടത്ര തുകയുണ്ട്. മോൾക്ക് 18 വയസ്സാകുമ്പോൾ ഒരു വമ്പൻ തുകയായിട്ട് മാറും. ഇപ്പോൾ ഇത് പൂജയുടെ പേരിലാണ്, ഇനി ഇത് കൊടുക്കണം. എന്നിട്ട് മാധുരിന്റെ കയ്യിൽ കൊടുക്കണം. മാധുരി ആനന്ദേട്ടൻ കൊടുത്താൽ മതി എന്നും പറയുന്നുണ്ട്. മാധുരിയുടെ കയ്യിൽ വെച്ച് കൊടുക്കുക കേട്ടോ. മാധുരി പറയുന്നുണ്ട്, വളയും തടയും ഒക്കെ റെഡിയാണ്, എൻ്റെ മോൻ എത്തിയാൽ മതി. ഈശ്വര, എനിക്ക് പേടിയാകുന്നു എന്നൊക്കെ മാധുരി പറയാൻ കേട്ടോ. അപ്പോൾ ആനന്ദ് പറയുന്നുണ്ട്, എന്തിനാ മാധുരി, കഴിഞ്ഞ കുറേ ദിവസമായിട്ട് നമ്മൾ സന്തോഷമായിട്ട് ഇരുന്നതല്ലേ. അപ്പോൾ മാധുരി പറയുന്നുണ്ട്, പൂജയും സ്നേഹയും ഒക്കെ ഓരോ കാര്യങ്ങളുമായിട്ട് വന്നപ്പോൾ അതിൻ്റെ കൂടി സന്തോഷമായിട്ട് അങ്ങ് ഇരുന്നേ ഉള്ളൂ. പക്ഷേ ഇന്നിപ്പോൾ ഒരു ടെൻഷൻ പോലെ എന്നൊക്കെ പറയുമ്പം ആനന്ദ് പറയുന്നുണ്ട്, ഒരു ടെൻഷനും വേണ്ട, ഞാനുണ്ട് നിൻ്റെ കൂടെ എല്ലാത്തിനും. ഞാനുള്ളപ്പോൾ നീ പേടിക്കുന്നത് എന്തിനാ എന്നൊക്കെ പറയുമ്പോൾ മാധുരി പറയാണേ, ആനന്ദേട്ടനും പൂജമോളുമാണ് ഇപ്പോൾ എൻ്റെ ബലം. എൻ്റെ ദൈവമേ, വല്ലാത്തൊരു പരീക്ഷണമാണിത് എന്നൊക്കെ പറയട്ടോ മാധുരി. പിന്നീട് കാണിക്കുന്നത് അർജുൻ പോലീസ് സ്റ്റേഷനിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയിട്ടോ. അവൻ ചുറ്റുപാടും ഒന്ന് വീക്ഷിക്കാൻ കേട്ടോ. ഒരുപാട് ദിവസമായി അകത്ത് കിടക്കുന്ന പുറം ലോകമൊന്നും കാണാതെ. അപ്പോൾ അതിൻ്റെ ആ ഒരു ആശ്ചര്യം അവൻ്റെ മുഖത്ത് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലൊരു പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട്, 2 മണിക്കൂർ മാത്രം സമയമുള്ളതാണ്, നോക്കി നിന്ന് സമയം കളയാതെ പോയി വണ്ടിയിൽ കയറ് എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ അർജുൻ പറയാണ്, സർ, ഉച്ചവരെ നിൽക്കുവാനുള്ള സമയമെങ്കിലും എനിക്ക് തരണം. വളരെ കഷ്ടപ്പെട്ട് നേടിയ ജാമ്യമാണ്. നന്ദനങ്ങളും എൻ്റെ ഭാര്യയും കോടതിയിൽ കയറി ഇറങ്ങി വളരെ കഷ്ടപ്പെട്ട് നേടിയ സമയമാണ്. വീട്ടുകാരോടൊപ്പം എനിക്ക് ഇരുന്ന് ഊണ് കഴിക്കാനുള്ള സമയം കൂടി തരണം പ്ലീസ് സർ എന്ന് പറയാണ്. അപ്പോൾ അതിലൊരാൾ പറയുന്നുണ്ട്, മുകളിൽ നിന്ന് കിട്ടിയ ഉത്തരവ് ഞങ്ങൾക്ക് അനുസരിക്കാനേ പറ്റുകയുള്ളൂ എന്ന് പറയാണ്. അപ്പം അർജുൻ പറയുന്നുണ്ട്, അല്പം മനസാക്ഷി കാണിക്കണം സർ. ഞാൻ തെറ്റു ചെയ്തു എന്ന് തെളിവ് സഹിതം ഒരു കുറ്റപത്രവും ഇതുവരെ സമർപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് അതുവരെ ഞാൻ നിരപരാധിയാണ് സർ. ഒരല്പം ദയ കാണിച്ചൂടെ എന്ന് പറയാണ്. അപ്പോൾ അതിൽ ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട്, ഇതൊന്നും ഞങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല, നേരത്തെ എത്തിക്കണം എന്നാണ് ഓർഡർ. താൻ കയറി എന്ന് പറഞ്ഞിട്ട് അർജുനെ വണ്ടിയിൽ കയറ്റിയിട്ട് അവർ അവിടെ നിന്നും പോവുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് അർജുൻ്റെ വീടാണ്. അവിടെ മഹേശ്വരി അമ്മ ഒരു പഴയ വലിയൊരു മാലെടുത്തിട്ട് മധുവിൻ്റെ കയ്യിലിട്ട് കൊടുക്കുകയാണ്. ഇതാ മോളെ. അപ്പോൾ മധു ചോദിക്കുന്നുണ്ട്, ഇതേതാ അമ്മേ മാല? ഇത് നൂറ്റാണ്ടുകൾ കൊണ്ട് പഴക്കമുള്ളതാണ്. കുടുംബത്തിൽ ഇങ്ങനെയൊരു ചടങ്ങുണ്ടാകുമ്പോൾ അണിയാൻ വേണ്ടി വെച്ചിരുന്നതാണ്. ഇതിനി കൃഷ്ണമോളെ അണിയിക്കണം എന്ന് മധുവിനോട് പറയട്ടെ മഹേശ്വരി അമ്മ. മധു ചോദിക്കുന്നുണ്ട്, അർജുൻ എത്താറായി കാണുമോ അല്ലേ അമ്മേ? മഹേശ്വരി അമ്മ പറയുന്നുണ്ട്, ഒന്നും അറിയത്തില്ല മോളെ, എനിക്കവനെ കാണാൻ വയ്യ. ഞാൻ ചിലപ്പോൾ ഈ മുറിക്കകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങിയെന്നും വരില്ല. എന്നെ വന്ന് വിളിക്കരുത്. അമ്മ വിഷമിക്കണ്ട, അർജുൻ നല്ല സന്തോഷത്തിലായിരിക്കും കയറുക. കോടതിയിൽ അർജുൻ്റെ പക്ഷത്ത് ന്യായമുണ്ട് എന്നറിഞ്ഞത് കൊണ്ടാണല്ലോ കോടതി അവന് പരോൾ കൊടുത്തത്. ഇനി അവനെ വെറുതെ വിടുകയും ചെയ്യും. ഇപ്പോഴത്തെ ഈ ദുഃഖം ഒരു പക്ഷേ വലിയ നേട്ടത്തിന് വേണ്ടിയായിരിക്കും ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത്. അർജുൻ ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഒരു വലിയ സ്ഥാനത്തേക്കെത്തും. അതിനു മുൻപ് ദൈവം ചെറിയൊരു പരീക്ഷണം നടത്തുന്നതാണ്. അങ്ങനെയൊക്കെ കരുതാം അമ്മേ എന്നൊക്കെ പറഞ്ഞിട്ട് മധു മഹേശ്വരി അമ്മയെ ആശ്വസിപ്പിക്കാൻ കേട്ടോ. ഈ മാല പ്രാർത്ഥിച്ചിട്ട് വേണം കുഞ്ഞിന്റെ കഴുത്തിൽ അണിയിക്കാൻ. ഒരുപാട് തലമുറകൾ കൈമാറി പോകേണ്ടതാണ്. പിന്നീട് കാണിക്കുന്നത് പൂജയും സ്നേഹയും അഖിലും സംസാരിച്ചിരിക്കുകയാണ്. പൂജ പറയുന്നുണ്ട്, കോടതിയുടെ കർശനമായ നിയമ നടപടികൾക്കൊടുവിലാണ് അജുവേട്ടൻ വരുന്നത്.
അതുകൊണ്ട് തന്നെ അധിക സമയം ഇവിടെ നിൽക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. കൂടെ വരുന്ന പോലീസുകാരുടെ ഔദാര്യം പോലെ ഇരിക്കും. ഇവിടെ ഓരോരുത്തരും അജുവേട്ടന് വരുന്നത് കാത്തിരിക്കുക. അവർക്കൊക്കെ ഒരുപാട് സംസാരിക്കാനുമുണ്ട്. പക്ഷെ അതിനൊക്കെയുള്ള സമയം കിട്ടുമോ എന്നറിയില്ല. അപ്പോൾ സ്നേഹ പറയുന്നത് ചേച്ചി വിഷമിക്കാതിരിക്കുക, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. എന്തായാലും ഒരു 2-3 മണിക്കൂർ കിട്ടും. അതിൽ കൂടുതൽ നീട്ടിക്കിട്ടിയാൽ വളരെ നന്നായിരുന്നു. അപ്പോൾ വീണ്ടും സ്നേഹ പറയുന്നുണ്ട് ചേച്ചിയും മകനും ഇതിനെക്കുറിച്ച് വിഷമിക്കണ്ട, അതൊക്കെ നമുക്ക് സമയം കിട്ടുമെന്ന്. അപ്പോൾ പൂജ ചൊക്കി പറ നീ എന്താ ചെയ്യാൻ പോകുന്നത്? അപ്പോൾ സ്നേഹ പറയുന്നുണ്ട് വക്കീലന്മാർക്ക് അതിനൊക്കെ ചില രീതികളുണ്ട്. അർജുൻ സാൻ ഇവിടെ എന്തായാലും ഒരു 4 മണിക്കൂറൊക്കെ ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ് ചേച്ചി. ചേച്ചി ഇപ്പോൾ അത് മാത്രം അറിഞ്ഞാൽ മതി. പിന്നീട് പൂജ പറയുന്നുണ്ട് അഖില നീ ഇവിടെയുള്ള എല്ലാവരെയും ശ്രദ്ധിച്ചോണം, ആരും തകർന്നു പോകരുത്, എന്നെയും കൂടി ശ്രദ്ധിക്കണം. ബൈ ചാൻസ് ഞാൻ അജുവേട്ടനെ കാണുമ്പോൾ ഞാൻ എൻ്റെ നിയന്ത്രണം വിട്ടു പോയാൽ നിങ്ങൾ വേണം എന്നെ താങ്ങി നിർത്താൻ. അപ്പോൾ സ്നേഹ പറയുന്നുണ്ട് പൂജേച്ചി അങ്ങനെയൊന്നും പറയല്ലേ, പൂജേച്ചിയാണ് എല്ലാവരെയും ഇവിടെ കൺട്രോൾ ചെയ്യുന്നത്, അർജുനേട്ടനെയും. അതുകൊണ്ട് പൂജേച്ചി തളർന്നു പോയാൽ ഇവിടെ എല്ലാവരും തളർന്നു പോയി എന്നത് അതിനർത്ഥം. പൂജേച്ചി വീഴാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് സ്നേഹയും അഖിലും പറയാൻ കേട്ടോ. പിന്നീട് അവിടേക്ക് അരുണിമയും നന്ദഗോപനും വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എന്താ നിങ്ങൾ ലേറ്റായെന്ന് ചോദിക്കുന്നുണ്ട്. കൃഷ്ണമോൾക്ക് വഴിപാട് നടത്തിയിരുന്നു, അതിൻ്റെ പ്രസാദം വാങ്ങാൻ നിൽക്കുന്നതാണ്, അതാണ് വൈകിയത് എന്നൊക്കെ അവരെ എല്ലാവരോടായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആനന്ദ് പറയുന്നുണ്ട് അവനെ കാണാൻ കൊതിച്ചു നിൽക്കുകയാണ്. അപ്പോൾ നന്ദഗോപൻ പറയുന്നുണ്ട് ആരും ടെൻഷൻ ആവണ്ട, അന്ന് എനിക്ക് ചെയ്യാൻ കഴിയാതെ പോയതിൻ്റെ കടമ ഞാൻ ഇപ്പോൾ തീർക്കുകയാണ്. അപ്പോൾ മാധുരി പറയുന്നുണ്ട് നന്ദേട്ട അന്ന് എൻ്റെ അവസ്ഥയിൽ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയി, എന്നോട് പൊറുക്കണം. പിന്നീട് കാണിക്കുന്നത് അർജുൻ വന്നിറങ്ങാൻ കേട്ടോ. ആ സമയത്ത് സംസാരിച്ചു കൊണ്ടിരുന്ന എല്ലാവരും ഓടി ഫ്രണ്ട് ഭാഗത്തേക്ക് ഓടി ചെല്ലുകയാണ്. എല്ലാവരും സന്തോഷം കൊണ്ട് തന്നെ അർജുനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. മാധുര്യമ്മക്ക് അർജുന ഇറങ്ങി വരുന്നത് കാണുമ്പോൾ ഉള്ളിൽ ഭയങ്കര സങ്കടം കരച്ചിലൊക്കെ വരികയാണ്. പക്ഷേ സ്നേഹയും അവരൊക്കെ മാധുര്യമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് അരുത് എന്നുള്ള രീതിയിൽ മുഖഭാവം കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവരൊക്കെ എല്ലാം കടിച്ച് പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ സന്തോഷത്തോടുകൂടി തന്നെ. എല്ലാവരെയും കാണുമ്പോൾ അർജുന് ഭയങ്കര സന്തോഷമാവുകയാണ് കേട്ടോ. അവൻ സന്തോഷം കൊണ്ട് അവൻ്റെ കണ്ണ് നിറയാണ്. എത്ര ദിവസമായി ഞാൻ എൻ്റെ ഈ വീട് കണ്ടിട്ട് എന്ന് അവൾ മനസ്സിലാലോചിച്ചിട്ട് അവന് വീടിൻ്റെ ചുറ്റും നോക്കുകയാണ് കേട്ടോ. മോൾഭാഗവും പരിസരവും മുറ്റും എല്ലാം അവനെ വീക്ഷിക്കുകയാണ്. എന്നിട്ട് വാ മോനെ എന്ന് പറഞ്ഞിട്ട് മാധുരിയും മഹേശ്വരമേ ആനന്ദും കൂടി ഇറങ്ങി ചെന്നിട്ട് അർജുനെ ആനയിച്ച് കൊണ്ട് തന്നെ അകത്തേക്ക് അയറ്റാണ് കേട്ടോ. കൂടെ 2 പോലീസുകാരുണ്ടായിരുന്നു. അങ്ങനെ ആനന്ദ് പറയുന്നുണ്ട് മോനെ ഈ ദിവസം നീ ഇവിടെ വരുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, ഇതാണ് ദൈവത്തിൻ്റെ വിധി എന്ന് പറയുന്നത്, ദൈവം നമ്മോടൊപ്പമുണ്ട്, അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയത് എന്നൊക്കെ പറയാണ്. അങ്ങനെ മാധുരിയും മധു വസന്തൻ മഹേശ്വരി അമ്മ ആനന്ദ് എല്ലാവരും കൂടിയിട്ട് അർജുനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. പൂജ ആവട്ടെ അർജുൻ്റെ തോളിലേക്ക് അങ്ങ് ചാഞ്ഞ് കിടക്കുകയാണ്. അജുവേട്ട എത്ര ദിവസമായി ഞാൻ ഇങ്ങനെ നിമിഷം ആഗ്രഹിക്കുന്നത് കൊതിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അർജുനെ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. അർജുനും കരയാണ്. ഇതൊക്കെ കണ്ടിട്ട് അവൻ്റെ കണ്ണിലും കണ്ണുനീര് തുളുമ്പുമായിരുന്നു കേട്ടോ. ഇനി ആരും വിഷമിക്കാതിരിക്കുക, ഞാൻ ഇങ്ങെത്തിയില്ലേ, നമ്മളുടെ എല്ലാവരുടെയും ആഗ്രഹം പോലെ നമ്മുടെ കൃഷ്ണമോളുടെ ചടങ്ങിലേക്ക് ഞാനും ഇങ്ങെത്തിയില്ലേ, ഇനി നമുക്ക് സന്തോഷമായിട്ട് ആഘോഷിക്കണം എന്നൊക്കെ അർജുനും പറയാൻ കേട്ടോ. അങ്ങനെ അവന് കനകേച്ചിയൊക്കെ നോക്കിയിട്ട് കനകേച്ചി എന്നൊക്കെ വിളിക്കുകയാണ്. മോനെ എനിക്ക് ഭയങ്കര സന്തോഷമായി മോൻ, ഞങ്ങളുടെ എല്ലാം പ്രാർത്ഥന മോനുണ്ടാകും, മോൻ ഒന്നുകൊണ്ട് പേടിക്കേണ്ട, നമ്മളെല്ലാവരും ഒന്നിച്ച് നിന്നാൽ നമുക്ക് എന്തും നേരിടാൻ സാധിക്കും, മോനെ പുല്ല് പോലെ ഈ വീട്ടിലേക്ക് പുറത്തിറക്കി കൊണ്ടുവരാൻ കഴിയും എന്നൊക്കെ കനകേച്ചിയും പറയാൻ കേട്ടോ. അങ്ങനെ പിന്നെ മഹേശ്വരി പറഞ്ഞു എന്തായാലും സമയമായി കഴിഞ്ഞു, നമുക്ക് ഇലയിടാം, എന്നിട്ട് ചടങ്ങിലേക്ക് പ്രവേശിക്കാമെന്ന് പറയുകയാണ്. അങ്ങനെ ഫസ്റ്റിനെ വാഴയിൽ നിലത്തിടാണ്, ശേഷം അരി, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഓരോ ഘട്ടം ഘട്ടമായിട്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും ചുറ്റും നിൽക്കുന്നുണ്ട്. അവസാനം പൂജ കുഞ്ഞിനെയും കൊണ്ടിട്ട് അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. കുഞ്ഞിനെ കണ്ടതും അർജുന് സന്തോഷം കൊണ്ട് കെട്ടിപ്പിടിച്ച് കുട്ടിനെ ഉമ്മ കൊടുക്കുകയാണ്. അപ്പോൾ അർജുനോട് പൂജ പറയുന്നുണ്ട് അജുവേട്ട ഈ നിമിഷത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും ഇത്രയും കഷ്ടപ്പെട്ട് ഓടിയത്, അതെന്തായാലും ദൈവം കണ്ടു, നമ്മുടെ ആഗ്രഹം സാധിച്ചു തരികയും ചെയ്തു എന്നൊക്കെ പറയാണ്. അങ്ങനെ പൂജയും അർജുനും അവിടെ ഇരിക്കുകയാണ്. കുഞ്ഞിനെ അർജുൻ്റെ മടിയിലേക്ക് വെച്ച് കൊടുക്കേണ്ട പൂജ. അർജുനായിട്ട് വളരെ സന്തോഷത്തോടെ തന്നെ കുഞ്ഞിനെ മടിയിലേക്ക് ഏറ്റുവാങ്ങുകയാണ്. അങ്ങനെ അവർ ആ ചടങ്ങ് അങ്ങ് നടത്തുകയാണ് കേട്ടോ. എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി നിൽക്കുന്ന ഒരു നിമിഷമായിരുന്നു അവിടെ. ആദ്യം അർജുൻ തന്നെ കുഞ്ഞിൻ്റെ അരയിലേക്ക് നൂല് കെട്ടുകയാണ് കേട്ടോ. എല്ലാവരും സന്തോഷം കൊണ്ട് നോക്കി നിൽക്കുകയാണ്. പിന്നീട് ഓരോരുത്തരായിട്ട് കുഞ്ഞിനെ സ്വർണ്ണാഭരണങ്ങളും മറ്റൊക്കെ അണിയിക്കുകയാണ്. പൂജ പറയുന്നുണ്ട് അച്ഛൻ വന്നത് എങ്ങനെയായാലും കൃഷ്ണമോൾ അറിഞ്ഞിട്ടുണ്ട്, അവൾ കണ്ടില്ല ശാന്തമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നത് കണ്ടില്ല അച്ഛൻ്റെ മടിയിൽ. എൻ്റെ പൊന്നുമോളെ ഈ മുഖം ഒരുപാട് ദിവസമായിട്ട് തിരയുന്നുണ്ടായിരുന്നു, അവൾ എന്നോട് ചോദിക്കുന്നുണ്ട് അച്ഛനെവിടെയെന്ന്. ഇതാ മോളെ നിൻ്റെ അച്ഛൻ, അമ്മ നിൻ്റെ മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നു, നീ കണ്ണിറയെ കാണൂ എന്നൊക്കെ കൃഷ്ണമോളോട് പൂജ പറയാൻ കേട്ടോ. അർജുന് പറയുന്നുണ്ട് എൻ്റെ പൊന്നുമോളെ ഞാൻ ഇവളെ കാണാൻ ഒരുപാട് കൊതിച്ചിരുന്നു, ഇന്നത്തെ വരയിൽ തന്നെ എനിക്ക് എൻ്റെ മോളെ കാണാമല്ലോ എന്നായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം, അത് ദൈവം സാധിച്ചു തന്നു എന്നൊക്കെ അർജുനും പറയുന്നുണ്ട്. അങ്ങനെ കുഞ്ഞിനെ ഉമ്മ വയ്ക്കുകയാണ്. എല്ലാവരും സന്തോഷത്തോട് കൂടിയിട്ട് നോക്കി നിൽക്കുകയാണ് കേട്ടോ ഈ കാഴ്ചകളെല്ലാം.